ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് കേറ്റഡ് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും കോമൺ ആയിട്ടുള്ള കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സാമൊക്കെ എന്താണ്, നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ എത്തും. പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലാത്തവർ വേഗം തന്നെ പഠിച്ച് തുടങ്ങുക. നമ്മുടെ ഐ പ്ലസ്സിൽ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു ടച്ച് ഉണ്ടായിരിക്കണം അല്ലേ? സൈക്കോളജിയിൽ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ട്രാക്കിൽ നിന്ന് പുറത്ത് പോകാതെ എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു മേഖലയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇത്തരം സെക്ഷൻസ് നിങ്ങളെ സഹായിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Examples of assistive technological devices to cater to needs of children with visual difficulties include. അപ്പോൾ എന്താണ് ചോദ്യം? വിഷ്വൽ ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ പുതിയ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും ഒരേപോലെയാണ്, അവർക്ക് ഒരുപോലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇത്തരത്തിൽ നമുക്ക് പല തരത്തിലുള്ള കുട്ടികളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതിലെന്താണ്, വിഷ്വലി ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളുണ്ടാകും. അപ്പം നമ്മളവരെ മാറ്റി നിർത്താൻ പാടുണ്ടോ? ഇല്ല. അവരെയും എന്താണ്, നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ പഠിപ്പിച്ച് കൂടെ കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് പല പല ടെക്നോളജീസൊക്കെ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള അസിസ്റ്റീവ് ടെക്നോളജിക്കൽ ഡിവൈസസ് ഈ കൂട്ടത്തിൽ ചേരുന്നത് ഏതെന്നൊക്കെ കണ്ടുപിടിക്കാം. ഓപ്ഷൻസ് നോക്കാം. ആൾട്ടർനേറ്റീവ് കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ്, ബ്രെയിലി എംബോസർ ആൻഡ് ഡിസ്പ്ലേസ്, സ്പീച്ച് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ, ദെൻ യൂസ് ഓഫ് സൈൻ ലാംഗ്വേജ്. അപ്പോൾ നോക്കിക്കുക, 4 ഓപ്ഷനാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ, ഇപ്പം നമുക്ക് എന്താണ്, ആ പാറ്റേണിൽ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ടല്ലേ, പാറ്റേൺ മാറിയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യണം. അത്തരത്തിലുള്ള ചോദ്യങ്ങളും വരും. അപ്പോൾ എങ്ങനെ വന്നാലും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉത്തരം ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഒരു ഇത്തിരി ശ്രദ്ധ കൊടുത്തോണം. പെട്ടെന്ന് ഒരെണ്ണം കണ്ടുകൊണ്ട് എന്താണ് എ അല്ലെങ്കിൽ ബി എന്ന് കയറി മാർക്ക് ചെയ്യാതെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതായത് ഈ കൂട്ടത്തിൽ 4-ൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ ഉൾപ്പെടുന്നു, ഇതുപോലെ ചെറിയ ചതിക്കുരി ഉണ്ടല്ലേ, വിച്ച് ഈസ് നോട്ട് എന്നുള്ള സാധനം കിടക്കും. ചില സമയത്ത് നോട്ട് എന്നുള്ള എന്താണ് ബോൾഡ് ആക്കി അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതി കൊടുക്കും. ചിലപ്പോൾ സാധാ ഫോണിൽ തന്നെ കൊടുക്കുമ്പോൾ എന്താണ്, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്ന് പറഞ്ഞൊക്കെ വരുമ്പോൾ നമ്മൾ ആ നോട്ട് കാണാതെ എന്ത് ചെയ്യും, ആദ്യം കാണുന്ന തരത്തിൽ കയറി മാർക്ക് ചെയ്യും. OMR ഷീറ്റാണ്, മാർക്ക് ചെയ്ത് പോയാൽ പോയില്ലേ. അപ്പോൾ അക്കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കിവിടെ എന്താണ്, കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസസ് ഇൻപുട്ട് കൊടുക്കാൻ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന അല്ലാതെ അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പുതുതായിട്ടുള്ള പലതരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക് വോയിസ് വഴി ഇൻപുട്ട് കൊടുത്തുകൂടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിവൈസ് കൊണ്ടുവരാം. ബ്രെയിലി എംബോസർ ആൻഡ് ഡിസ്പ്ലേസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ബ്രെയിലി എംബോസേഴ്സ് ആൻഡ് ഡിസ്പ്ലേസും ഒക്കെ തീർച്ചയായിട്ടും വിഷ്വലി ഡിഫിക്കൽട്ടീസ് ഉള്ളവരെ സഹായിക്കുന്നതാണ്. ദെൻ സ്പീച്ച് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ, സ്പീച്ചിനെ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്, അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 4ാമത്തെ ഓപ്ഷൻ നോക്കിക്കുകയും യൂസ് ഓഫ് സൈൻ ലാംഗ്വേജ് അവർക്ക് ആവശ്യമുണ്ടോ, വേണ്ടല്ലേ. അപ്പോൾ നമുക്കിതിൽ എന്താണ്, ആദ്യത്തെ 3 എണ്ണം കറക്റ്റ് ആണെന്ന് മനസ്സിലായി, A, B and C. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ടു സപ്പോർട്ട് ഇൻക്ലൂഷൻ ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഓട്ടിസം ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു. അപ്പോൾ നോക്കിക്കുക, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പലതരം കുട്ടികൾ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരു ഗ്രൂപ്പ് തന്നെയാണ് എന്താണ്, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളല്ലേ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ളവർ. അപ്പോൾ അവരെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കൂട്ടത്തിലിരുന്ന് കണ്ടുപിടിക്കണം. ഫോം ആൻഡ് അൺസ്ട്രക്ചേർഡ് സെറ്റപ്പ് വിത്ത് റാൻഡം റുട്ടീൻ, യൂസ് കോൺക്രീറ്റ് ലിറ്ററൽ ആൻഡ് കൺസിസ്റ്റന്റ് ലാംഗ്വേജ്, avoid giving visual support and visual cues, create a classroom setting that is overstimulating. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരം എന്താണ്, പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്കൊന്ന് കോമൺ സെൻസ് വെച്ച് ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ എന്താണ്, നമുക്കറിയാം ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും ഏതരത്തിലുള്ള കുട്ടികളാണെങ്കിലും വിഷ്വൽ സപ്പോർട്ടും വിഷ്വൽ ക്യൂസും ഒക്കെ ഈ വിഷ്വലി ഇമ്പയർഡ് അല്ലാത്തവർക്ക് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പോൾ അത്തരം സപ്പോർട്ട് ആൻഡ് ക്യൂസ് കൊടുക്കുന്ന എന്തായാലും ആ ഒരു ആൻസർ വരില്ല. പിന്നെ എന്താണ്, അൺസ്ട്രക്ചേർഡ് സെറ്റപ്പ് നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ, റാൻഡം റൊട്ടീനായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്, ക്ലാസ് റൂം അത്ര നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല.
പിന്നെ ദാറ്റ് ഈസ് ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. പിന്നെ നമുക്കത് ആൻസറിലേക്ക് എത്താം. കോൺക്രീറ്റ്, ലിറ്ററൽ ആൻഡ് കൺസിസ്റ്റൻറ്റ് ലാംഗ്വേജ്. അവരോട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെയായിരിക്കണം? കോൺക്രീറ്റ് ആയിരിക്കണം. നമ്മൾ ഭയങ്കര ആലങ്കാരികമായിട്ട് പറയേണ്ട കാര്യമില്ല, വളരെ കൃത്യമായിട്ട് പറയണമല്ലേ. ലിറ്ററലായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജും, അതായത് ഈ ആലങ്കാരികമായിട്ടുള്ള അർത്ഥമൊന്നും അല്ലാതെ എന്താണ് ഡയറക്റ്റ് മീനിങ്. ഒരു കാര്യം പറയുമ്പോൾ അത് ഡയറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പറഞ്ഞ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്താ ഉത്തരം വരിക? യൂസ് കോൺക്രീറ്റ്, ലിറ്ററൽ ആൻഡ് കൺസിസ്റ്റൻ്റ് ലാംഗ്വേജ്. അടുത്ത ചോദ്യം, ഇൻ ഓർഡർ ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് ടാലൻറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ചിൽഡ്രൻ ഇൻ ദ ക്ലാസ് റൂം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു. അപ്പോൾ നമ്മുടെ അടുത്തൊരു സെറ്റ് നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആദ്യം നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞു? വിഷ്വലി ഇമ്പയർഡ് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ഓട്ടിസത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ആ കൂട്ടത്തിൽ തന്നെയുള്ള നമുക്ക് പല ടൈപ്പ് കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ മറ്റൊരു ടൈപ്പാണ് എന്തും ടാലൻറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ചിൽഡ്രൻ അല്ലേ. അപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രന് അവർക്ക് എന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്? എൻഷുർ ദാറ്റ് ദെയർ ഈസ് higher grades than their peers, give primacy to their cognitive requirement over emotional needs, keep them engaged and interested in the learning process, provide them with detailed and explicit instruction. അപ്പോൾ നോക്കിക്കേ, ടാലൻറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് ടാലൻറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ മാർക്ക് വാങ്ങും, വലിയ സംഭവമാണ്. അപ്പോൾ അവർക്ക് എന്താണ്, അവരെപ്പോഴും എന്താ മുൻപന്തിയിൽ നിൽക്കണം, അങ്ങനെയൊന്നും അല്ല ഉത്തരം വരേണ്ടത്. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ ഒരു പെഡഗോജിക്കൽ അപ്രോച്ചിലൂടെ, ആ ഒരു ലെൻസിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാര്യങ്ങളെ നോക്കി കാണാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഹയർ ഗ്രേഡ്സ് ആൻഡ് പിയേഴ്സ്, മറ്റുള്ളവരൊക്കെ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ അവരുടെ കോഗ്നിറ്റീവ് റിക്വയർമെൻറ്റ്, ബുദ്ധിയുള്ള കുട്ടികൾ, അപ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ മാത്രം നോക്കണം. ഇമോഷണലി അവരെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം, അത്ര പ്രാധാന്യം കൊടുക്കരുത്. ശരിയാണോ? അല്ല. ദെൻ എന്താണ്, പ്രൊവൈഡ് ദം വിത്ത് ഡീറ്റെയിൽ ആൻഡ് എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ. അവർക്ക് ഒരു കാര്യം പറയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ച് പറഞ്ഞു കൊടുക്കണം, പറയേണ്ട കാര്യമില്ല. അവർക്ക് ഓൾറെഡി എന്താണ്, പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എന്താ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക? കീപ് ദം എൻഗേജ്ഡ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിൽ അവരെന്താണ്, എൻഗേജ് ചെയ്തിരിക്കണം, ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കണം അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്, പെട്ടെന്ന് ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് എന്താണ്, കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് ആ ഒരു ക്ലാസ്സിലുള്ള എൻഗേജ്മെൻറ്റ് കുറയും. അപ്പോൾ അവർക്ക് എന്താണ്, ബോറടിക്കും. അങ്ങനെ വരാതെ ഇരിക്കാൻ അവരെന്ത് ചെയ്യണം, നമ്മൾ ആ ക്ലാസ്സിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടും ഇരുത്താനായിട്ട് ശ്രമിക്കണം. അടുത്ത ചോദ്യം, ടീച്ചർ ഷുഡ് ഡീൽ വിത്ത് ഫെയിലർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ കുട്ടികളുടെ പരാജയം, അതിനെ ടീച്ചർ എങ്ങനെയാണ് നേരിടേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. By administering standardized IQ tests to failed students to assess intelligence, by identifying the cost of the students and telling parents to provide additional support at home, by critically examining their own pedagogical strategies, by correcting and overcorrecting the students who have failed. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ, എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡൈസ്ഡ് ഉള്ള IQ ടെസ്റ്റ് നടത്തിയിട്ട് ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ അസസ് ചെയ്ത് നോക്കണം. അടുത്ത ഓപ്ഷൻ എന്താണ്, ഒരിക്കലും ചെയ്തുകൂടാത്തല്ലേ, കുട്ടികളുടെ കാസ്റ്റ് വെച്ചിട്ട് അവരെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ പേരൻസിനോട് അവർക്ക് എന്താണ്, നിങ്ങൾ പോയി വേറെ അഡീഷണൽ സപ്പോർട്ട് കൊടുത്തോ എന്ന് പറയാം. ഒരിക്കലും ചെയ്തുകൂടല്ലേ. പിന്നെന്താണ്, ബൈ കറക്റ്റിംഗ് ആൻഡ് ഓവർ കറക്റ്റിംഗ് സ്റ്റുഡൻസ് ഹു ഹാവ് ഫെയിൽഡ്. അപ്പോൾ ഈ തോറ്റുപോയ കുട്ടികളെ എന്താണ് വീണ്ടും കറക്റ്റ് ചെയ്ത് ഓവർ കറക്റ്റ് ചെയ്ത് എന്താണ് ശരിക്കും അവരുടെ കോൺഫിഡൻസ് കളയുന്ന പരിപാടിയാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മളൊരു പെഡഗോജിക്കൽ ലെൻസിലൂടെ നോക്കി കാണുമ്പോൾ ടീച്ചർ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഉത്തരം വന്നു കഴിഞ്ഞു അല്ലേ. ബൈ ക്രിട്ടിക്കലി എക്സാമിനിങ് ദെയർ ഓൺ പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ്. കുട്ടികളെല്ലാം ഇങ്ങനെ ഫെയിൽ ആവുന്നെങ്കിൽ നമ്മുടെ പെഡഗോജിക്കൽ അപ്രോച്ചിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിനെ എന്താണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ക്രിട്ടിക്കലി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സാമിൻ ചെയ്യണം. അപ്പോൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനും തിരുത്താനും അങ്ങനെ എന്താണ് കുട്ടികളുടെ പരാജയം ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ അതാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് IQ ടെസ്റ്റ് എടുത്തോളം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ശരിക്കും എന്താണ് ആ ഒരു പെഡഗോജിക്കൽ ആസ്പെക്റ്റിലൂടെ ചിന്തിക്കുമ്പോൾ കറക്റ്റ് ഉത്തരം എന്താണ്, ടീച്ചർ തന്നെ എന്ത് നോക്കണം, ടീച്ചറിൻ്റെ പെഡഗോജിക്കൽ അപ്രോച്ചിൽ സ്ട്രാറ്റജിയിൽ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തണം, അതിന് പരിഹാരം കണ്ടെത്തണം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രയർ നോളജ് ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്? അപ്പോൾ ചില ചോദ്യങ്ങൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കീ ടേംസ് കാണാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ,
പ്രയർ നോളജ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്. ഈ രണ്ട് വാക്കുകളും സ്ഥിരമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കീ വേർഡുകൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ എന്താണ് നമുക്ക് ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുത്. പ്രയർ നോളജ് എന്ന് കേൾക്കുമ്പോൾ അത് മുന്നറിവാണെന്നും കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അവിടെ എന്താണ് ലേണിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അറിവ് നിർമ്മിക്കുകയാണ്, അറിവ് നിർമ്മാണ പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്രയർ നോളജ് ഈസ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ അഡ്വാൻസ് ലേണേഴ്സ് ഹു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ ടോപ്പിക്. പ്രയർ നോളജ് മുന്നറിവ് ആർക്ക് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്? അഡ്വാൻസ് ലേണേഴ്സ്. അപ്പോൾ എന്താണ് ഓൾറെഡി സാധാരണ കുട്ടികളിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് പ്രയർ നോളജ് ഉപകാരപ്പെടുക. പ്രയർ നോളജ് ഇസ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ ലേണേഴ്സ് ഹു ഹാവ് ഹൈ ലെവൽസ് ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇവിടെയൊക്കെ കീ ടേംസ് വരുന്നുണ്ടോ? അടുത്തൊരു കീ ടേമാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഈ പറയുന്ന മുന്നറിവ് ആർക്കാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉള്ളവർക്ക്, അല്ലേ, ആന്തരികമായിട്ടുള്ള അഭിപ്രേരണ ഉള്ളവർക്ക് മാത്രമേ ഉപയോഗപ്പെടുത്തുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. പ്രയർ നോളജ് ക്യാൻ ഹിൻഡർ ദ ലേണിംഗ് പ്രോസസ് ഇൻ ചിൽഡ്രൻ കം ടു സ്കൂൾ വിത്ത് എ ലോട്ട് ഓഫ് മിസ്കൺസെപ്ഷൻ. അപ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ നോക്കിക്കുക, അട്ടർ ബ്ലണ്ടർ ആണല്ലേ. നോക്കിയാൽ പ്രയർ നോളജ് എന്താണ് നമ്മുടെ പഠന പ്രക്രിയ എന്തെയും ഹിൻഡർ ചെയ്യും, തടസ്സപ്പെടുത്തും. കാരണം കുട്ടി സ്കൂളിലോട്ട് വരുന്നത് എന്താണ് കുറേ തെറ്റായിട്ടുള്ള അറിവുകളും പഠിച്ചുകൊണ്ടാണ്. തെറ്റല്ലേ? നമുക്കറിയാം. എപ്പോഴും അവിടെ എന്തായിരിക്കും? പ്രയർ നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബിൽഡിംഗ് കണക്ഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ന്യൂ ലേണിംഗ്. ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് തന്നെയാണ് കറക്റ്റ് ഉത്തരം, അല്ലേ? പ്രയർ നോളജ് മുന്നറിവ് എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് കണക്ഷൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? കുട്ടി ആകാശത്തൂടെ പറന്നു പോകുന്ന എല്ലാം പക്ഷികളാണെന്ന് വിചാരിക്കുന്നു. പിന്നീട് കുട്ടി പതിയെ മനസ്സിലാക്കുന്നു അല്ല, പക്ഷി മാത്രമല്ല. അപ്പം പക്ഷികൾ പറക്കുന്നു, ആകാശത്തൂടെ പറക്കുന്നു, ആ ഒരു കാര്യം കുട്ടി മനസ്സിലാക്കി. പിന്നെ അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത കാര്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആകാശത്തൂടെ പറക്കുന്ന എല്ലാം പക്ഷികളല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ കുട്ടിക്ക് മനസ്സിലാവും ഇതുപോലെ എന്താണ് എയ്റോപ്ലെയിനും ഹെലികോപ്റ്ററും ഒക്കെ എന്താണ് ആകാശത്തൂടെ പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോന്നും കണക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ മുന്നറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് എന്താണ് പ്രയർ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.